അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് KTU APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി APJ KTUവിൽ 2020-24 ഏകദേശം KTUവുമായിട്ട് അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന 128 എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള റാങ്കിങ്ങിൽ റിസൾട്ടിൻ്റെ കാര്യത്തിൽ ഏറ്റവും ബെസ്റ്റ് വന്നിരിക്കുന്ന ഗവൺമെൻറ് ആൻഡ് ഗവൺമെൻറ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജസിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് നോക്കുന്നത്. ഇതിൽ പ്രൈവറ്റ് കോളേജസ് ഉണ്ട്, അത് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓൺലി ഗവൺമെൻറ് ആൻഡ് ഗവൺമെൻറ് എയ്ഡഡ് കോളേജസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓഫ് കോഴ്സ് ഫസ്റ്റ് വന്നിരിക്കുന്നത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം CET ആണ്. ഏകദേശം 88.34 എന്ന് വേണമെങ്കിൽ റൗണ്ട് ചെയ്ത് നമുക്ക് പറയാം. അത്രത്തോളം വിജയശതമാനമാണ് CETക്ക് കിട്ടിയിരിക്കുന്നത്. 128 എഞ്ചിനീയറിംഗ് കോളേജസിൽ റാങ്ക് 1 ആണ് CET മേടിച്ചിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഗവൺമെൻറ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കണ്ണൂർ. ഗവൺമെൻറ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കണ്ണൂർ 77.60 അവരുടെ വിജയശതമാനം വന്നിരിക്കുന്നത്. സെക്കൻഡ് റാങ്ക് ഗവൺമെൻറ് എയ്ഡഡിൽ സെക്കൻഡ് റാങ്ക് GC കണ്ണൂറിനാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജസ് 2-3 ഇതിൻ്റെ ഇടയിൽ കയറി വന്നിട്ടുണ്ട്, അത് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ മൂന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി RIT കോട്ടയം. പേര് കേൾക്കുമ്പോൾ ഒരു പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് ആണെന്ന് തോന്നുമെങ്കിലും പ്യുവർ ഗവൺമെൻറ് കോളേജാണ് RIT കോട്ടയം എന്ന് പറയുന്നത്. റാങ്ക് 3 ആണ് ഗവൺമെൻറ് കോളേജസിൽ കിട്ടിയിരിക്കുന്നത്. 77.472 വിജയശതമാനമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ദെൻ നാലാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ GEC തൃശ്ശൂർ ആണ്. 76.65 ആണ് അവരുടെ വിജയശതമാനം വന്നിരിക്കുന്നത്. നെക്സ്റ്റ് TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കൊല്ലം 76.59 ആണ് വിജയശതമാനം വന്നിരിക്കുന്നത്. 5-ാം സ്ഥാനമാണ് TKMന്, 4-ാം സ്ഥാനം GEC തൃശ്ശൂറിനാണ്. 6-ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ബാർട്ടൺ ഹിൽ തിരുവനന്തപുരം. 76.33 ആണ് അവരുടെ വിജയശതമാനം വന്നിരിക്കുന്നത്. 7-ാം റാങ്കിലേക്ക് വന്നിരിക്കുന്നത് NSS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പാലക്കാട്. 76.16 ആണ് വിജയശതമാനം. അടുത്തത് മാർ അത്തനേഷ്യസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് MA കോളേജ് MAC മെയ്സ് എന്നൊക്കെ നമ്മൾ പറയും. ചിലവരതിനെ മേക്കെന്നോ എന്തെങ്കിലുമൊക്കെ വായിക്കുന്നവരുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായാൽ മതി. 74.88 ആണ് അവരുടെ വിജയശതമാനം വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഗവൺമെൻറ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോഴിക്കോട് 65.69. 9-ാം സ്ഥാനത്താണ് കോഴിക്കോട് വന്നിരിക്കുന്നത്. ഇത്രയും നേരം നമ്മൾ 80-70 ആ ഒരു ലെവലിലാണ് നോക്കിക്കൊണ്ടിരുന്നത്. പെട്ടെന്നാണ് 60-ലേക്ക് ഒരു താഴ്ച ഉണ്ടായിരിക്കുന്നത്. 9-ാം സ്ഥാനത്താണ് ഗവൺമെൻറ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോഴിക്കോട് വന്നിരിക്കുന്നത്. 10-ാം സ്ഥാനത്ത് ഗവൺമെൻറ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ശ്രീകൃഷ്ണപുരം പാലക്കാടുള്ളതാണ്. 61.59 ആണ് അവരുടെ വിജയശതമാനം വന്നിരിക്കുന്നത്. 10-ാം റാങ്കാണ് ഗവൺമെൻറ് എയ്ഡഡ് കോളേജസിൽ KTUവിൽ അവർക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി അടുത്തത് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് വയനാടാണ് 11-ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത്. 48.44 ആണ് അവരുടെ വിജയശതമാനം വന്നിരിക്കുന്നത്. ഡെസിമൽ കഴിഞ്ഞ് ഒരുപാടുണ്ട്, ഞാൻ ഒന്നും വായിക്കാത്തതാണ്, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ. ഇനി 12-ാം റാങ്കിലേക്ക് വന്നിരിക്കുന്നത് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ഇടുക്കിയാണ്. 45.8417 ആണ് അവരുടെ വിജയശതമാനം വന്നിരിക്കുന്നത്. ഇത് 2020-24 ബാച്ചിൻ്റെ അതായത് ഇപ്പോൾ ഈ വർഷം പാസ് ഔട്ടായ ബാച്ചിൻ്റെ വിജയശതമാനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള KTUവിലെ ഏകദേശം 130-നടുത്തുള്ള എഞ്ചിനീയറിംഗ് കോളേജസിൽ ഗവൺമെൻറ് ആൻഡ് ഗവൺമെൻറ് എയ്ഡഡിൽ ഏറ്റവും കൂടുതൽ വിജയശതമാനം റാങ്കിങ്ങിൽ വന്നിരിക്കുന്നതാണ് റാങ്ക് 1. നമ്മൾ ഒന്നുകൂടെ പറയാം, റാങ്ക് 1 CET ആണ്. അടുത്തത് കണ്ണൂർ, പിന്നെ RIT, GC തൃശ്ശൂർ, TKM, ബാർട്ടൺ ഹില്ല്, NSS പാലക്കാട്, MA കോളേജ് കോതമംഗലം, കോഴിക്കോട് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ്, പാലക്കാട് ശ്രീകൃഷ്ണപുരം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ്, വയനാട് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ്, ഇടുക്കി ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ്. അപ്പോൾ നിങ്ങളുടെ ഓപ്ഷൻ എൻട്രിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വെക്കാം, അല്ലെങ്കിൽ ഈ വർഷത്തെ റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വെക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ സൗകര്യം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിലും ഓപ്ഷൻ എൻട്രി നടത്താം. ഓപ്ഷൻ എൻട്രി എന്ന് പറയുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ്, കംപ്ലീറ്റ്ലി നിങ്ങളുടെ ഇഷ്ടമാണ്, അതിലാർക്കും ഇടപെടാൻ കഴിയില്ല. പക്ഷേ ഓപ്ഷൻ എൻട്രി നടത്തുന്ന സമയത്ത്
നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം കേട്ടോ. ഒരിക്കലും തെറ്റിക്കരുത്. ഇപ്പോൾ ഓപ്ഷൻ ഇന്ത്യയുടെ സമയം ആയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. +2 മാർക്ക് സബ്മിഷൻ ആയിട്ടേ ഉള്ളൂ, റാങ്ക് പോലും വന്നിട്ടില്ല. നിങ്ങൾക്ക് ഏത് ബ്രാഞ്ചാണ് എടുക്കുന്നത്, ഏത് കോളേജാണ് എടുക്കുന്നത് എന്നുള്ള കൃത്യമായൊരു ബോധ്യം എല്ലാവർക്കും ഉണ്ടായിരിക്കണം. ഓക്കെ, താങ്ക് യു.